ധന്യമേ ജീവിതത്തിന്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം. ധന്യമേ ജീവിതത്തിൽ പല കാര്യങ്ങളും വെറുതെ ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ. ചിന്തിക്കുന്ന വിഷയങ്ങളൊക്കെ ശരിയാണ് എന്ന അബദ്ധധാരണയൊന്നുമില്ല, അത്തരം അഹങ്കാരവും ഇല്ല. നമ്മൾ ഇങ്ങനെയൊക്കെ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്രേ ഉള്ളൂ. അല്ല എന്നുള്ളവർക്ക് അപ്പൊ തന്നെ നിഷേധിക്കാം. പറയുന്നതൊക്കെ പൊട്ടത്തരാന്നൊക്കെ പറയാം. ഒരേ കാര്യം പറഞ്ഞുകൊണ്ടൊരു ജീവിതത്തിൽ എത്ര സമയം നമ്മൾ വേസ്റ്റ് ആക്കണം? തർക്കിക്കുന്ന ഒരു ശീലം എനിക്ക് ഒട്ടും ഇല്ല. വേറെ ആളൊരു കാര്യം പറഞ്ഞ ഇങ്ങനെ അല്ല എന്ന് ഞാൻ പറഞ്ഞ ചരിത്രമേ ഇല്ല. അതിന്റെ ഗുണം എനിക്ക് കിട്ടിയിരുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, തർക്കമില്ലല്ലോ. എന്ന് തുടങ്ങിയതാ ഈ തർക്കം, ഈശ്വരനുണ്ട് ഇല്ല എന്നൊക്കെ. ചിലവരിങ്ങനെ പറയും ഞാൻ ദൈവവിശ്വാസിയാണ്, വെറുതെ പറഞ്ഞാൽ മതി. ഇവരെന്തെങ്കിലുമൊക്കെ ജാമ്യം എടുക്കാൻ പറയുന്നതാണ്. ദൈവവിശ്വാസിയാണ് ഞാൻ, ഏത് കള്ളനും പറയും. ഈശ്വരൻ ഇല്ല, ഞാൻ ദൈവവിശ്വാസിയല്ല. ഒരു ജന്മം മുഴുവൻ അത് പറഞ്ഞുകൊണ്ട് നടക്കണം. ഇതിലായിട്ട് പോവാം. അല്ല, അമ്പലത്തിന്റെ ബുക്കോടെ ഞാൻ വരില്ല, ഞാൻ ദൈവവിശ്വാസിയല്ല. ഇത് പറഞ്ഞ് തർക്കിക്കുന്ന രണ്ടുപേരെ കണ്ടുമുട്ടി. 24-25 വയസ്സ് പ്രായമുള്ളൂ. അപ്പൊ 25 വയസ്സുകാരൻ നിരീശ്വരവാദി, 25-ാമത്തെ വയസ്സിൽ ഞാനും നിരീശ്വരവാദിയായിരുന്നു. എന്തിനപ്പ യുവാവിനെ കുറ്റം പറഞ്ഞു? വേറൊരുത്തൻ എന്തായാലും ഒരു പരമമായ ശക്തിയുണ്ട്, ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട യുവാക്കളായതുകൊണ്ട് ഞാൻ ഒറ്റവാക്ക് പറഞ്ഞു, നിങ്ങൾ തർക്കിച്ച് സമയത്ത് കളയേ വേണ്ടെന്ന്. നമുക്ക് ഇവിടെ വെച്ചായിട്ട് തീരുമാനമാക്കാം. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പൊ ഇവിടെ വെച്ചങ്ങോട്ട് തീരുമാനമാക്കാം. ഇപ്പൊ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ, രണ്ടു കൂട്ടരും തർക്കിക്കണ്ടല്ലോ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വര, ഈ മൂന്നക്ഷരത്തിന്റെ കോമ്പിനേഷനാണ് ഈശ്വരൻ. പല വാക്കിന്റെ, ഞാൻ ഓരോ വാക്കിന്റെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈശ്വരനെ പറ്റി പറയാൻ മറന്നു പോകും, സമയം കഴിയുകയും ചെയ്യും. ഇവിടെ വിഷയമൊക്കെ ഈശ്വരന്. പ്രപഞ്ചത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് 3 ശക്തി വിശേഷമാണ്: ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഈ 3 ശക്തി അങ്ങനെയൊന്നും ഇല്ല, വെറുതെ ഞങ്ങൾ പറയാൻ പറ്റുന്നത്. ധന്യമേ ജീവിതം പറയണം എന്നുള്ളൊരു ഇച്ഛാശക്തി എനിക്ക് തോന്നിയില്ലേ? അത് വേണമല്ലോ. അപ്പൊ ഇനിയിപ്പോ പറയാനുള്ള വിഷയം വേണ്ടേ? ജ്ഞാനശക്തി, അത് ഇവിടെ ഇരുന്നിട്ട് പറയലും വേണ്ടേ? ഇതല്ലേ ജീവിതം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇത് കേൾക്കുന്ന നിങ്ങളിലും ഇത് 3 ഇല്ലേ? അയാൾ എന്താ പറഞ്ഞിട്ടാ തർക്കമില്ല കേട്ടോ, പൊട്ടത്തരൊക്കെ പറഞ്ഞിരുന്നാലും ശരി. ഞാൻ പൊട്ടത്തരം കേൾക്കുമ്പോ പറയാൻ തോന്നി, പിന്നെ ഞാൻ ഫോൺ ചെയ്ത് പറയുന്നില്ല. ശരി, എന്നിട്ടോ ഇപ്പൊ അയാളെന്താ അയാൾ പറയണമെന്ന് കേൾക്കാലോ. ഇതാണ് ഇച്ഛാശക്തി. അതിന്റെ കൂടെ ജ്ഞാനശക്തിയും വേണം. അത് കേൾക്കണമെങ്കിൽ എന്ത് വേണം? യൂട്യൂബ് ഓൺ ചെയ്യണം, എന്നിട്ടോ കേൾക്കണം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇല്ലാതില്ല. ഇതിനെങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിനെ രൂപത്തിൽ ഉണ്ടാക്കിയില്ലേ? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ആയുർവേദത്തിൽ വാദം, പിത്തം, കഫം ഒരേ കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും. സയൻസിലാണെങ്കിൽ ഒന്ന് മാറ്റും. പെട്ടെന്ന് ഒരു പുതിയ
ആധുനിക ശാസ്ത്രം ഉണ്ടാക്കുന്ന ഒരു നാമം ഇടും. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും എന്നുള്ളത് ഏതൊന്ന് നമുക്ക് നേടണമെങ്കിൽ ഇച്ഛാശക്തി വേണം. ബ്രഹ്മാവ് സൃഷ്ടി നടത്തണമെങ്കിൽ ഇച്ഛാശക്തി വേണം. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ ഇച്ഛ വേണം. കാരണവന്മാര് ചെറുപ്പക്കാർ പറയും, ഒന്നുമല്ലടാ, നേരെ ആവണം എന്നൊരു വിചാരം ഉണ്ടാവണം എന്നുകൊണ്ട് ദേഷ്യപ്പെടും. ഒന്നും അല്ലടാ, നേരെ ആവണം എന്നൊരു മോഹം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന്റെ പേരാണ് ഇച്ഛാശക്തി കണക്കില്ലേ. നേരെ ആവണം എന്നൊരു മോഹം ഉണ്ടാവണം, അറിവുണ്ടാവണം എന്നൊരു മോഹം ഉണ്ടാവണം. ഈ അറിവിനെ പറ്റി ധാരണ മുഴുവനെ പരീക്ഷ എഴുതാനാണെന്നും എല്ലാ അറിവും പരീക്ഷ എഴുതാൻ, ബിരുദം കിട്ടാൻ. വിനയപൂർവ്വം ചോദിക്കുകയാണ്, ബിരുദത്തിന് പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ എഴുതിയ ആളുകൾക്ക് ബിരുദമുണ്ടോ? ഇതെന്താ ചിന്തിക്കാത്തത്? ആയുർവേദത്തിന് പഠിക്കാനുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തികളെ ആയുർവേദ പണ്ഡിതന്മാരാണോ? അവർ ആയുർവേദ കോളേജ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ഉദാഹരണത്തിന് അധികം പോണ്ട. പക്ഷെ ജീവിതത്തിൽ അറിയേണ്ട ഇച്ഛാശക്തിയാണ് നമ്മളെ ഉയർത്തുന്നത്. നവരാത്രിക്കാലത്ത് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും 3 ദിവസമായിട്ട് ദേവതകളായിട്ട് ആരാധിക്കുന്നു. ആ ഇച്ഛാശക്തി എല്ലാ കാര്യത്തിലും വേണം. വെള്ളം കുടിക്കണം, ഇനി എന്തു വേണം? വെള്ളം എവിടെ കിട്ടും? പൈപ്പിൽ വെള്ളമില്ല, സോഡ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടില്ല, അപ്പൊ കിണറ്റിന്ന് കുടിക്കണം. ജ്ഞാനശക്തി വേണം. കിണറിന്റെ അടുത്തേക്ക് പോയി. ഇനിയോ ക്രിയാശക്തി, വെള്ളം കോരണം. ഈ 3 കൂടി പറയാൻ നമ്മൾ ചില വാക്കുകൾ പ്രയോഗിക്കില്ലേ? പ്രയോഗിക്കാതെ പറ്റുമോ? ഈശ്വരനില്ലേ, ഈ എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി. ഈ ലോകത്തില്ലേ, അതിലെന്താണ്? ശ്വാസം. ശിവൻ. വെറുതെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നർത്ഥം. ശ്വാസം വേണ്ട നമുക്ക്. ഇച്ഛാശക്തി വേണം, ശ്വാസം നിൽക്കണം. ഇനിയോ ക്രിയാശക്തി വേണം. അതിനാണ് ര എന്ന അക്ഷരം. ഈ ഇച്ഛാശക്തി, ശ്വാസം, രായും ക്രിയാശക്തി തമ്മിലുള്ള ബന്ധം. രാ എന്ന് പറഞ്ഞാൽ ക്രിയാശക്തിയാണ്. രാ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ബീജമാണ് രാ എന്ന അക്ഷരം. വലിയൊരു സ്ഥലം മുഴുവൻ തീപിടിപ്പിക്കാൻ എന്ത് വേണം? ഒരു തീപ്പെട്ടിക്കുള്ളി വേണം, അത് ഉറത്തിയാൽ മതി. അഗ്നിയുടെ ബീജരൂപമാണ് രാ എന്ന അക്ഷരം. അതിൽ നിന്നാണ് രവി, സൂര്യന്റെ പര്യായം. എനിക്ക് അച്ഛനമ്മമാരിട്ട പേര് രവീന്ദ്രനാഥൻ എന്നാണ്, ഞാൻ ചുരുക്കിയതാ ചെയ്യാറുള്ളത്. എന്നാൽ ര എന്ന അക്ഷരം അഗ്നിബീജമാണ്. ഈശ്വരനിലെ ഈ കാർ ഡ്രൈവർ, ശ്വ വാഹനം, ര പെട്രോൾ. ഇതെന്റെ വ്യാഖ്യാനാണ്. അപ്പൊ ലക്ഷ്യസ്ഥാനത്ത് എന്തു വേണം? കാറ് വേണം, ഓടിക്കുന്ന ഞാൻ വേണം, പെട്രോളും വേണം. ഈ ഡ്രൈവ് ചെയ്യുന്ന ഞാൻ, ശ്വ എന്ന് പറയുന്നത് എന്റെ കാറ്, ര എന്ന് പറഞ്ഞാൽ അഗ്നി, പെട്രോള്. അഗ്നിയാണ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്, അഗ്നിയാണ് രോഗം മാറ്റുന്നത്, അഗ്നിയുടെ തെറ്റായ വിനിയോഗമാണ് രോഗത്തെ ഉണ്ടാക്കുന്നത്. ഇത് 3 ചേർത്തുള്ള ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞോളൂ.
ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ 100 മാർക്കും കൊടുക്കും. ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്ക് 100 മാർക്കും കൊടുക്കും. വേണ്ടാത്ത കാര്യങ്ങൾ തർക്കിച്ചു യൗവനം പാഴാക്കി കളയുന്നവർ ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്ന് ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു.